ഡൽഹി പിടിച്ചു, ഇനി അടുത്ത ഏത് സംസ്ഥാനം എന്ന ചർച്ച ഉയർന്നു വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബംഗാളാണ്. ബംഗാളിൽ മോദി പലതവണ ഇറങ്ങി, അമിത്ഷാ പലതവണ ഇറങ്ങി, തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പല നേതാക്കളെയും തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചു. എന്നിട്ടും നടക്കുന്നില്ല. നടക്കുമോ? ബംഗാളിൽ ഓരോ നാളുകൾ കഴിയുന്തോറും BJP വെച്ചടിയാണ് കയറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഡൽഹിയിലും കണ്ടത്. ബംഗാളാണ് ഇനി പ്രധാന നോട്ടം. ബംഗാളിനെ വേഗം ഉള്ളിലാക്കാം എന്ന് RSS മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവരവിടെ ചിട്ടയായ പ്രവർത്തനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ അത്തരത്തിലുള്ള ചിട്ടയായ പ്രവർത്തനമായിരുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മാറി മാറി പ്രസംഗിക്കുകയാണ്. പിന്നെ രാജ്യതലസ്ഥാനമായതുകൊണ്ട് എപ്പോഴും അവർക്ക് അവിടെ സൗകര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ബംഗാൾ അതല്ലല്ലോ. എന്നാലും ബംഗാളിൽ RSS കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പേറാനാണ്. 2026 മമതയെ തകർക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി 2026 അവിടുത്തെ തെരഞ്ഞെടുപ്പ്. അതിനോടൊപ്പം നമ്മുടെ കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് സംഘപരിവാർ അവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നേറും. ഇപ്പോൾ BJP അവിടെ പ്രധാന പ്രതിപക്ഷ പാർട്ടി. ഒരു കാലത്ത് നാം ഒരു പേര് മറന്നു പോകുന്നു, CPM. CPMന് ഡൽഹിയിൽ കിട്ടിയത് എത്ര വോട്ട് ശതമാനം? 0.01. നോട്ടയ്ക്ക് ഇതിൽ കൂടുതലുണ്ട്. എന്നിട്ട് അവരവിടെ വലിയ പ്രകടനമൊക്കെ നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ ദേശാഭിമാനി പത്രം ഡൽഹി ചുവന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബംഗാളിലെ ചുവപ്പ് നമ്മൾ കണ്ടതാണ്. അവിടെ തൃണമൂൽ ആഞ്ഞടിച്ച് കയറി വന്നു. പക്ഷെ തൃണമൂലിൽ മമതയുടെ എന്ന് പറഞ്ഞാൽ ബംഗാൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടങ്ങ് നിൽക്കുകയാണ്. ഇത് നമ്മുടെ പിന്നെ ഇനി കേരളത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരാൾ പോയിട്ടുണ്ട്. അതെന്താകുമെന്ന് നമുക്കറിയത്തില്ല. ആം ആദ്മി അങ്ങനല്ലല്ലോ. ആദ്മി ഡൽഹി വിട്ട് പഞ്ചാബിലേക്ക് പോകുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലും, ഗുജറാത്ത്, ഗോവ, ബംഗാളിലും മത്സരിച്ചു, അവിടെ ത്രിപുരയിലും മത്സരിച്ചു. പിന്നെ അടുത്ത നോട്ടം വിട്ടത് ഗോവയിലാണ്. അല്ല, ഈ ബാക്കി പഞ്ചാബ്, ഈ ഗുജറാത്ത്, ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ അവർക്ക് MLA വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചൂല് ചിഹ്നത്തിൽ. മറിച്ച് മറ്റ് ഈ പറഞ്ഞ പോലെ ഹിമാചൽ പ്രദേശ്, ഹരിയാനയിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിൽ മത്സരിച്ചെങ്കിലും മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഗോവ കയ്യിൽ കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിച്ചു. അതിനാണല്ലോ ഈ മദ്യനയ അഴിമതി കേസിൽ പെട്ടുപോയത്. അത് ചെറിയൊരു സംസ്ഥാനം കൂടിയല്ലേ. അപ്പോൾ അവരുടെ നോട്ടം അങ്ങനെയായിരുന്നു. അവിടെ ഗോവ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ, കാരണം അത് BJPയുടെ കയ്യിലിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ എന്തായാലും ഈ ബംഗാളിനി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആവേശമായി തീർന്നിരിക്കുകയാണ്. ബംഗാളിലെ പ്രവർത്തകർക്ക് ഇപ്പോൾ വലിയ ആവേശമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ബംഗാളികളൊക്കെ തന്നെയും BJPയോട് അനുഭാവമുള്ളവരാണ് എന്ന് RSS മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് RSS കേന്ദ്രങ്ങളൊക്കെ തന്നെ വളരെ സംഘടിതമായിട്ടുള്ള നീക്കത്തിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു 60-70 സീറ്റുകൾ അവിടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രതിപക്ഷമല്ലേ അവിടെ. ഇപ്പം ഡൽഹി തന്നെ പിടിച്ചെടുത്ത് നോക്ക്. 27 വർഷത്തിന് ശേഷമാണ് ഡൽഹി BJPയുടെ കൈകളിൽ നിന്ന് 48-ലേക്ക്. ഒന്ന് ആലോചിക്കുക. വളരെ അവരുടെ പ്രവർത്തനത്തിൻ്റെ, അതായത് 24 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 19-നേക്കാൾ സീറ്റ് കുറവാണ് സംഭവിച്ചത്. പാർട്ടിക്കൊരല്പം ക്ഷീണം സംഭവിച്ചു എന്ന് രാജ്യമെമ്പാടും വലിയ ചർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്ക്. മഹാരാഷ്ട്ര, ഹരിയാന, പിന്നീട് ഉപതെരഞ്ഞെടുപ്പുകൾ പലതും. ഇതിൽ മഹാരാഷ്ട്ര ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. അവിടെയൊക്കെ എന്താ സംഭവിച്ചത്? BJPയുടെ വലിയ കയറ്റമല്ല കണ്ടത്, BJPയുടെ വളർച്ചയുമാണ് കണ്ടത്. ഈ കേരള സംസ്ഥാനത്തിലെ ഒരു സീറ്റ് BJPക്ക് കിട്ടിയില്ലേ പാർലമെൻറ്റിലേക്ക്. അങ്ങനെ വലിയ മുന്നേറ്റമല്ലേ 2024 മുതൽ ഇങ്ങോട്ടുണ്ടാക്കിയത്. 2024 അമിത പ്രതീക്ഷ BJP വെച്ച് പുലർത്തി. അത് 400 കടക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ അതിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഇപ്പോൾ എനിക്ക് ഈ
ഈ നമ്മുടെ കെജ്രിവാളിന് അദ്ദേഹം അഴിമതിക്കെതിരെയാണല്ലോ രംഗത്ത് വന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇമേജ് മുഴുവനായി തകരുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിക്കുന്നത്. മമതയ്ക്കെതിരായ അഴിമതി ആരോപണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഒരു പീഡനം നടന്നിട്ടുണ്ട്. അതെല്ലാം ഈ പലരും ആ സമയത്ത് പൊതുജന സാംസ്കാരിക നായർ ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങി മമത രാജിവെക്കണമെന്ന ആവശ്യപ്പെട്ട് തെരുവോരങ്ങൾ കത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കെജ്രിവാളിന് സമാനമായി തന്നെയാണ് എന്താണോ കെജ്രിവാൾ കുറച്ച് നാൾ മുൻപ് അനുഭവിച്ചത് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ മമതാ ബാനർജി ബംഗാളിലുള്ളത്. അത് തിരിച്ചറിയാൻ എന്തായാലും RSSനും BJPക്കും കഴിഞ്ഞത് കൊണ്ടാണല്ലോ അവർ ആ വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്നത്. ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ 2026 ലക്ഷ്യമിടുന്നത്. ഈ ഡൽഹിയിലും ഇതുപോലായിരുന്നു. നല്ല നേരത്തെ തന്നെ അതിൻ്റെ നീക്കം തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ കണ്ടോ, 2026 ഇതിന് വേണ്ട തരത്തിലുള്ള ഒരുക്കങ്ങൾ BJP കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ RSSും വളരെ സംഘടിതമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ബംഗാളാണ് ഇനി അടുത്ത നോട്ടമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം ബംഗാളിലെ തൃണമൂൽ, കാരണം ഈ ഒറ്റയാളായിട്ട് അറിയപ്പെടുന്ന പാർട്ടിയാണ് ഇപ്പം മമത. അതുപോലെ തന്നെ BJPയുടെ ഇപ്പോഴുള്ള ലക്ഷ്യം പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ പാർട്ടികളെ അങ്ങ് തകർത്തെറിയുക എന്നുള്ളതാണ്. ഇപ്പം കേജ്രിവാൾ ആണ് നമുക്കറിയാം ആപ്പിൻ്റെ ആളെന്ന് പറയുന്നത്. അതിനെ തകർത്തു. പിന്നെ കേജ്രിവാൾ തന്നെ തോൽക്കുകയും ചെയ്തു. കേജ്രിവാളിനോടൊപ്പമുള്ള ചില പ്രമുഖരും തോറ്റു. അല്ലാതെ ശരത് പവാർ, ഉദ്ധവ് താക്കറെ, അതെ, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ മുൻപേ തകർത്ത് എറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജി അവിടെ തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബംഗാള് പിന്നെ BJPയുടെ കയ്യിൽ സുരക്ഷിതമായി മാറും. ഇപ്പൊ CPMന്റെ മേൽവിലാസം അവിടെ ഇല്ല. അവിടുത്തെ CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസൊക്കെ ഇപ്പോൾ BJP ഓഫീസായി മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ചുവന്ന കൊടി അവിടെ ഇപ്പോൾ ഇല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ BJP അവിടെ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിലുള്ള ബംഗാളികളൊക്കെ അങ്ങോട്ടേക്ക് പിന്നെ തിരികെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം CPMന്റെ 10-35 കൊല്ലത്തെ ഭരണം കാരണമാണ് അവർക്കവിടെ ജീവിതത്തിൽ ഗതി പിടിക്കാതെ അവർ കേരളത്തിലേക്കും മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും പോയത്. ഇനിയിപ്പോൾ BJP അവിടെ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റം വലുതായിരിക്കും. ഇപ്പോൾ ഡൽഹിയിൽ അധികാരം പിടിച്ചപ്പോൾ അവർ പറഞ്ഞത്, BJP പറഞ്ഞിരിക്കുന്നത് ലോക നിലവാരത്തിലുള്ള ഒരു രാജ്യ തലസ്ഥാനമാക്കി മാറ്റും എന്നുള്ളതാണ്. അവിടെ പലതരത്തിലുള്ള പാളിച്ചകളും കേജ്രിവാളിന് സംഭവിച്ചു എന്നുള്ളതാണ്. അതാണ് അവിടെ BJP മുതലെടുത്തത്. അപ്പോൾ എന്തായാലും ബംഗാളിൽ കടന്നുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീർച്ചപ്പെടുത്താം നേരെ വരാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിലൊക്കെ ആയിരിക്കും. കേരളവും തമിഴ്നാട്ടിലെ പിന്നെ ഉള്ള പ്രവർത്തനം, അവിടുത്തെ ഒരു രാഷ്ട്രീയ രീതി നമുക്കറിയാവുന്നതാണ്. DMK, അണ്ണാ DMK അത്തരത്തിലുള്ള ഒരു രീതിയിലൂടെ കാര്യങ്ങൾ പോവുകയാണ്. അവരെ ഒന്ന് പെട്ടെന്ന് മാറ്റിമറിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു അസാധ്യമായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അണ്ണാമലയുടെ പ്രവർത്തനം അത്തരത്തിൽ മുന്നേറി കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് ഒരു 18% വോട്ട് അവിടെ നിന്ന് വർധനവുണ്ടായി. ഇപ്പൊ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വോട്ട് വർധനവില്ലേ. ഇനിയിപ്പോ നോക്കിക്കോ, ഈ തദ്ദേശ വിജയത്തിലേക്ക് മാറിയിട്ടുണ്ട് കേരളത്തിൽ. വോട്ട് ശതമാന വർധനയോടൊപ്പം തന്നെ തൃശ്ശൂർ പിടിക്കുന്നു രീതിയിലേക്ക്. പിന്നെ തിരുവനന്തപുരം നഗരസഭ, അതുപോലെ തന്നെ നിലവിലുള്ളിടം നിലനിർത്തുക, പുതിയ പഞ്ചായത്ത് പിടിക്കുക. അപ്പോൾ BJPയുടെ ഒരു തേരോട്ടം എന്ന് പറയുന്നത് വളരെ ശക്തമാകുകയാണ്. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ബംഗാളാണ്. അവിടെ മമത വീഴും, BJP വാഴുകയും ചെയ്യുമെന്നുള്ളതാണ്.